ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മിത്രാസ് വേൾഡ്. ഇന്ന് നമുക്ക് ഈസി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയാലോ? സേമിയ ഉപ്മാവ്. അതിനായിട്ട് നമുക്ക് വേണ്ടത് ക്യാരറ്റ്, സവാള, ബീൻസ്, പച്ചമുളക്, പിന്നെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ നമുക്കതിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം സവാള എല്ലാം നല്ല ചെറുതായിട്ട് കുരുകുരാന്ന് അരിഞ്ഞെടുക്കണം. ക്യാരറ്റും അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. നമ്മളിപ്പോൾ ഉപ്മാവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് പകരം നമുക്കിതിനെ സേമിയ ബിരിയാണിയാക്കി മാറ്റാം. വെജിറ്റബിൾസ് സോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് മസാലപ്പൊടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബിരിയാണിയായി. ആഡ് ചെയ്യാതെ നമ്മൾ തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ അത് ഉപ്മാവുമായി. അത്രയേ ഉള്ളൂ വ്യത്യാസം. വളരെ എളുപ്പമാണ്. അപ്പം നമുക്ക് മേക്കിങ്ങിലേക്ക് പോവാം. ഞാൻ വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രം അടുപ്പിൽ വയ്ക്കാം. ഞാൻ ഉരുളിയാണ് വയ്ക്കുന്നത്. എനിക്കിതാണ് കംഫർട്ടബിൾ. എനിക്ക് ഒരുപാട് ഉണ്ടാക്കണം. വീട്ടിൽ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉരുളിയാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം എണ്ണ ഒഴിച്ചു കടുക് വറുക്കാം. കടുക് പൊട്ടിയ ശേഷം മുളക് ചേർക്കാം, കറിവേപ്പില ചേർക്കാം. ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം ചേർത്ത് ഒന്ന് സോട്ട് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. വെജിറ്റബിൾസ് സോട്ടാവുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം. ഉപ്മാവിനാവശ്യമായ സേമിയ വേകാനുള്ള വെള്ളമാണ്. കുറച്ചധികം തന്നെ വെച്ചോളൂ. ആവശ്യത്തിന് മാത്രം നമുക്ക് ഉപയോഗിക്കാം. കുറഞ്ഞു പോയാൽ അത് ബുദ്ധിമുട്ടാകും. ശേഷം ഞാനിതിൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുകയാണ്. അപ്പോൾ നല്ല കളർഫുള്ളായിട്ട് വരും. നമ്മൾ ക്യാരറ്റ് ഇട്ടിട്ടുണ്ട്, ബീൻസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു യെല്ലോയിഷ് കളറും കൂടി ആകുമ്പോൾ അതൊരു അട്രാക്ഷൻ ഉണ്ടാക്കും. പിന്നെ ഹെൽത്തിയും ആണല്ലോ. ഇനി നമുക്കിതിലേക്ക് സേമിയ ചേർക്കാം. ഞാൻ ഈ പാത്രത്തിൽ 1.5 കപ്പ് സേമിയ ചേർക്കുന്നുണ്ട്. അത് ഏകദേശം ഒരു 1/2 കിലോയോളം വരും. 1/2 കിലോ തികച്ചില്ല, എന്നാലും 1/4 കിലോയിൽ കൂടുതലും ഉണ്ടാവും. അത് നമ്മൾ എടുക്കുന്ന അളവിനനുസരിച്ച് നിങ്ങൾ ചേർക്കുക. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി അത് വറുക്കുക. ഞാൻ വറുക്കാത്ത സേമിയയാണ് ചേർത്തിരിക്കുന്നത്. നമ്മളിങ്ങനെ വറുത്താലും മതി, സെപ്പറേറ്റ് വറുക്കണം എന്നൊന്നുമില്ല. വെജിറ്റബിൾസ് സോട്ട് ചെയ്ത് അത് തന്നെ ചേർത്ത് വറുത്ത് കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. വറുത്ത സേമിയ ആണെങ്കിൽ പോലും ഒന്നും കൂടി വറുക്കുന്നത് നല്ലതായിരിക്കും. ഇതാ നമ്മുടെ സേമിയൊക്കെ നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ ഇളക്കി മിക്സാക്കിയ ശേഷം നമുക്കിതിൽ വെള്ളം ചേർക്കാം. നമ്മൾ വെച്ച വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. ഞാൻ വെള്ളം ഒഴിക്കുകയാണ്. കറക്റ്റ് സേമിയ മുങ്ങി നിൽക്കുന്ന അത്രയും വെള്ളം മതി. ഒരുപാട് ഒഴിക്കേണ്ട. സേമിയയും വെള്ളവും ഒരേ ലെവലിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അടച്ച് വെച്ച് വേവിക്കുക. ഒരു 5 മിനിറ്റോളം അതങ്ങനെ കിടന്ന് വെന്താൽ മതി. ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കുക. വെള്ളം ഒരുമാതിരി വറ്റിയിട്ടുണ്ട്. ഫ്ലെയിം കുറച്ച് വയ്ക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി വീണ്ടും അടച്ച് വെച്ച് വേവിക്കുക. ഒരുപാട് സമയമൊന്നും നമുക്ക് ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ വെന്ത് വരും സേമിയ. നമ്മുടെ സേമിയയിൽ വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട്. സേമിയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. കുഴഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോൾ അത് നല്ല ഉതിരുതിരായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. നമുക്കിനി ഇതിലേക്ക് തേങ്ങ ചേർക്കാം. ഞാൻ ഉപ്മാവാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തേങ്ങ ചേർക്കുകയാണ്. 1 മുറി തേങ്ങയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. തേങ്ങ ചേർത്ത് നല്ലതുപോലെ ഇളക്കി ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം കൂടി വയ്ക്കുക. തേങ്ങ ഒന്ന് വെന്ത് ആ തേങ്ങാപ്പാലിൻ്റെ രുചിയെല്ലാം അതിലിറങ്ങാൻ വേണ്ടിയിട്ടാണ് ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം കൂടി വെക്കുന്നത്. അങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ഉപ്മാവ് കറക്റ്റ് പാകമാവുന്നതാണ്. നമ്മുടെ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്കത് ഇതുപോലെ ഉതിരുതിരായിട്ട് കിട്ടും. പരസ്പരം ഒട്ടി പിടിക്കുകയൊന്നുമില്ല. ഇതൊക്കെ ഉണ്ടല്ലേ, സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. വളരെ ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും.
നൂഡിൽസിന് പകരം നമുക്ക് കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.